ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയിലെ ഏതെങ്കിലും ചില അനാവശ്യ ഭാഗങ്ങളിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ വേണ്ടാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ ഒരു കല പോലും ഇല്ലാതെ നമുക്കിങ്ങനെ അത് റിമൂവ് ചെയ്തെടുക്കാമെന്നാണ്. ഏതൊരു കലയാണെങ്കിലും നമ്മുടെ ഫോട്ടോയിലുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കസേലയോ അതുപോലെ എന്താണെങ്കിലും ഇങ്ങനെ ചിലപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കല പോലും ഇല്ലാതെ നമുക്കത് ഏതൊരു ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി ഒരു സൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു മോഡലിവിടെ കാണാൻ സാധിക്കും. ഒരു പേപ്പറിൻ്റെ അകത്ത് ഒരു പെൻസിലുണ്ട്. ആ പെൻസിലിൻ്റെ നേരെ ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെന്നും അതുപോലെ വരഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയിൽ നിന്നും എന്ത് വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് മായ്ച്ചു കളയാവുന്നതാണ്. ഇതൊരു മോഡലാണ്, നമുക്കങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനെ ഇവിടെ കാണാൻ സാധിക്കും ടാപ്പ് ടു എയർ ടു ലോഡ് യുവർ പിക്ചർ. ഇവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങളെ ഗാലറിയിലേക്കാണ് പോവുക. നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലുള്ളത് എന്താണോ പോക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലേതാണോ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് ഡൺ എന്ന് കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടിന്യൂ വിത്ത് ST എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അടിയിലായിട്ട് ഒരു ലെൻസ് ഐക്കൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് അടിയിൽ സൂം എന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് സൂം ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിമൂവ് ആക്കേണ്ടത് നല്ല സൂം ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്കത് പോക്കാവുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ബ്രഷ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ബ്രഷ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് വരഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കിതിൻ്റെ വലുപ്പമാണെങ്കിൽ ഇവിടെ ബ്രഷ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറക്കാവുന്നതാണ്. ഇത് വലുതാക്കണമെങ്കിൽ ഇതുപോലെ വലുതാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നല്ല സൂം ചെയ്ത് നല്ല ലെവലിലായിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം മടിയിലായിട്ടുള്ള സൂം ഐക്കണിലാവുന്നത് ക്ലിക്ക് ചെയ്യാണ്, എന്നിട്ട് ചെറുതാക്കാണ്. ഇങ്ങനെ ചെയ്തതിനു ശേഷം ഇവിടെ അടിയിലായിട്ട് ക്ലീൻ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ആ ബലൂൺ അവിടെ നിന്നും റിമൂവ് ആയിട്ടുണ്ട്, ഒരു കല പോലുമില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയവും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം നമ്മുടെ ചാനലിൻ്റെ ബാനറിലുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. എന്നാൽ പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അല്ല, ഇതെങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞില്ലല്ലോ. അതിന് എന്ത് ചെയ്യുക, മുകളിലായിട്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും, ഡൗൺലോഡ് ഐക്കൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കുറേ ഇൻ്റർഫേസാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം ഇവിടെ മോറെന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുത്തതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തൊന്ന് സേവ് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇതിൽ നിന്ന് സേവ് ആക്കാൻ പറ്റുകയുള്ളൂ. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.